ആസ് യൂഷ്വൽ എന്ത് വീഡിയോ ഇട്ടാലും അല്ലെങ്കിൽ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടും സപ്പോർട്ട് ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ എൻ്റെ ബിഹൈൻഡ് ദ സീൻസ് തിരക്കിക്കൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ടല്ലോ. അതുപോലെ ഇപ്പോഴും വന്നിട്ടുണ്ട്. സോ ഞാൻ ഒരു ബ്രേക്കപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറ്റേ ലവ് ഫെയിലിയറിലൊന്നും അങ്ങനെ കരഞ്ഞിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ. ഞാൻ അത്ര ക്ലീശയല്ല. ഞാൻ ആ ഒരു സെന്റൻസ് ഞാൻ അവിടെ മെൻഷൻ ചെയ്ത് തന്നെ ലവിന് മാത്രമേ ഉള്ളൂ ഈ ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഹാർട്ട് ബ്രേക്കിംഗ് സീൻസ് എന്നൊക്കെ എനിക്ക് തോന്നണില്ല. ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പിനാണെങ്കിലും അതൊക്കെ ഉണ്ട്, ഫാമിലി റിലേറ്റീവ്സ് അങ്ങനെയാണെങ്കിലും അതൊക്കെ ഉണ്ട്. ചില ടൈമിൽ ചില സിറ്റുവേഷൻസിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ച് പോകുമ്പോഴത്തേക്കിനും ഒക്കെ, അതായത് ഒരു ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഡിപ്രഷൻസ് വരാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഓവർ തിങ്ക് ചെയ്യും. അപ്പം കുറേ കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് എനിക്കിങ്ങനെ ചിന്തിച്ച് വരുമ്പോഴത്തേക്കിനും ഞാൻ ഭയങ്കരമായിട്ട് മെന്റലി അപ്സെറ്റ് ആവും. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചതിന് ശേഷമോ സംസാരിക്കുന്നതിന് മുമ്പോ എന്തോ ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. അത് ആക്ച്വലി ഇതൊരു 4-5 മാസം പഴക്കമുള്ള വീഡിയോ ആണ്. സോ അവൻ അയച്ചു കൊടുത്തു. ഇത് കുറേ നാളായിട്ട് എൻ്റെ ഗാലറിയിൽ കിടക്കുമായിരുന്നു. സോ ഞാൻ വെറുതെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ പേരിങ്ങനെ പോസ്റ്റ് ചെയ്തേക്കണം ഞാൻ കണ്ടിട്ടുണ്ട്, ലൈക്ക് അവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്തേക്കുന്നത്. അത് മറ്റുള്ളവർക്ക് ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ആണ്. എന്നിരുന്നാലും എന്നാലും ഇടയ്ക്കൊക്കെ ഒരു ഫാമിലി ഫീൽ കിട്ടാറുണ്ട് ചിലരുടെ ഭാഗത്തു നിന്ന്. എല്ലാവരും ഒന്നും പറയുന്നില്ല. ഒരു 100% എടുത്താൽ ഒരു 20-30% ഒക്കെ നമുക്കൊരു ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ബാക്കിയൊക്കെ ഫേക്ക് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഡ്രീംസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു തീർക്കണം, ആയിത്തീരണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. എന്താണൊരു സിംഗിൾ പാരന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ അപ്പോൾ ഉടനെ ചോദിക്കും മാരീഡ് ആണോ ഡിവോഴ്സ്ഡ് ആണോ കുട്ടിയുണ്ടോ എന്നൊക്കെ. മാരീഡും അല്ല, കുട്ടിയില്ല. ബട്ട് എനിക്കൊരു അനിയത്തിയുണ്ട്. അവളെ എൻ്റെ 18ാമത്തെ വയസ്സ് തൊട്ട് പുള്ളിക്കാരത്തിനെ വളർത്തിയത് ഞാനാണ്. എനിക്കിപ്പോൾ 27 വയസ്സായി. വരുന്ന ഡിസംബറിൽ 28 ആവും. അപ്പോൾ ഏറെക്കുറെ ഒരു 10 വർഷമായിട്ട് പുള്ളിക്കാരിയെ ഫുൾ കാര്യങ്ങൾ നോക്കി വളർത്തിയത് ഞാനാണ്. എൻ്റെ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കിയത്. എനിക്ക് അമ്മയില്ല, അച്ഛൻ സെക്കൻഡ് മാരീഡ് ആണ്, യാതൊരു കോണ്ടാക്റ്റും ഇല്ല പുള്ളിയുമായിട്ട്. ഞാനിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറേ പേര് വന്നിട്ട് പറയും നീ എന്തിനാണ് നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്, പലതും പറയും അങ്ങേണിങ്ങാണെന്നും പറഞ്ഞു. എന്തായിരുന്നാലും കുറേ പേര് അതിൻ്റെ പേരും പറഞ്ഞിട്ടും വരും. ഓക്കെ, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനത്തെ ഒരു ലൈഫ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് എനിക്ക് സപ്പോർട്ടിനോ ബാക്കി കാര്യങ്ങൾക്കോ ഒക്കെ ഒരു ടൈം വരെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഒരു വലിയ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത് തന്നെ. വീട്ടിൽ നിന്ന് മാറുന്ന ഒരു ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ എന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അവര് പിരിവെടുത്ത് ഓരോ രൂപ വീതം ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരുടെയും പിരിവെടുത്ത് വരെ എനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു ഗോൾഡൻ ടൈംസ്. ഇപ്പോൾ അവരായിട്ട് കോൺടാക്ട് ഉണ്ട്, പക്ഷെ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് സെറ്റിൽഡ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ആരുമായിട്ടും വലിയ കോൺടാക്ട് ഇല്ല, പക്ഷെ മനസ്സിലുണ്ട് എല്ലാവരും. അപ്പം സാക്രിഫൈസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്കെങ്ങും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ആശിച്ച് പാഷനേറ്റഡ് ആയിരുന്നു ഞാൻ ഈ പറഞ്ഞ ആക്ടിങ്, മോഡലിംഗ് കാര്യങ്ങളിലൊക്കെ. അതിലും എനിക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ല, എങ്ങും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയാൽ പോലും അതിനെ എനിക്ക് നേരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ജോബ്, പാഷൻ എല്ലാം കൂടെ ഒന്നും മാനേജ് ചെയ്ത് കൊണ്ടുപോകണ ആരും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പറയും ലൈക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്യണം എങ്കിൽ മാത്രമേ അതിലൊരു അച്ചീവ്മെന്റ് ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഗിവ് അപ്പ് ചെയ്യരുത്, വീണ്ടും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം, ട്രൈ അഗെയിൻ എന്നൊക്കെ പറയും. പക്ഷെ എൻ്റെ സിറ്റുവേഷൻസ് ഭയങ്കര മോശമായിരുന്നു. കയ്യിൽ കാശില്ല, നല്ലൊരു ജോബില്ല, അനിയത്തിയുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം, എൻ്റെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം. ഈ പറഞ്ഞ 10 വർഷം ആയിട്ട് ഞാൻ ഈ ഹോസ്റ്റലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്തെ ഞാൻ പാർട്ട് ടൈം ജോബിന് പോയിട്ട് അവളുടെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും നോക്കി. ഹോസ്റ്റൽ റെന്റ് ആ ടൈമിൽ 3000 രൂപ, പിന്നെ ബസ് ഫെയർ, അല്ലാതെ ഫുഡ്, ഫോണിന്റെ റീചാർജ്, അല്ലാതെ പഠിക്കുന്ന സമയത്ത് അതിന്റെ ചെലവുകൾ, അത് കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലാതെയുള്ള ചെലവുകൾ, പിന്നെ സേവിങ്സ്, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ കാണിക്കുന്ന ഒരു ഷോ ഓഫ് കാര്യങ്ങൾ അങ്ങനെ പലർക്കും ഫീൽ ചെയ്യണത് എന്താണെങ്കിലും അത് ഞാനായിട്ട് ബിൽഡ് ചെയ്തെടുത്ത കാര്യങ്ങളാണ്. അതിലൊക്കെ എന്നെ കുറിച്ചിട്ടൊരു പ്രൗഡ് ആ ഒരു ഫീലുണ്ട്. പക്ഷെ മറ്റു ചില കാര്യങ്ങൾ, കരിയർ ഗ്രോത്തിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ബിഗ് സീറോ ആണ്. ഞാൻ ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല. അതൊന്നും എനിക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു ഷെയിമോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അതാണ് സത്യം. കുറേ ട്രൈ ചെയ്തു, പക്ഷെ എല്ലാം ഫെയിലിയേഴ്സ് ആയിരുന്നു. പിന്നെ കുറേ ഈ പറഞ്ഞതുപോലെ അബ്യൂസിങ്ങും കാര്യങ്ങളും അതും ഇതുമൊക്കെ ആയിട്ട് ഞാൻ ഫുള്ളി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ഫീൽഡ് നിർത്തിയത്. ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട് ആക്ടിങ്ങിൽ എന്തെങ്കിലും ഒന്ന്
എത്തിച്ചേരണം, അല്ലെങ്കിൽ വൺസ് ഒരു ടൈമെങ്കിലും ബിഗ് സ്ക്രീനിൽ വരണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് ശേഷം മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ആക്ടിങ് കാര്യങ്ങളൊക്കെ എന്നെ കണ്ട് ഫോളോ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്ത പ്രൊഫൈൽസ് ഒക്കെ ഒരുപാടുണ്ട്. അവരെല്ലാവരും ഇപ്പൊ അത്യാവശ്യം നല്ല റേഞ്ചിലെത്തി, നല്ല ഗ്രോത്തിൽ. അവരൊക്കെ ലൈക്ക് അവരാഗ്രഹിക്കുന്നതിന് അപ്പുറത്തേക്കൊക്കെ അവർ പോയി ആ ഒരു ലെവലിൽ പോകുന്നുണ്ട്. ഒരുപാട് പേരുണ്ട്, ഞാൻ പേരൊന്നും എടുത്ത് മെൻഷൻ ചെയ്യണില്ല. അവരെയൊക്കെ കാണുമ്പോഴത്തേക്കിനും സന്തോഷമുണ്ട്. അതിലുപരി ഓക്കെ, സന്തോഷമാണ് കൂടുതലുള്ളത്. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമം, എനിക്ക് അതിനൊന്നും പറ്റിയില്ലല്ലോ, ഞാനും ഇതൊക്കെ ആഗ്രഹിച്ചതാണല്ലോ, എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം അല്ലെങ്കിൽ വിഷമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നതാണ്, എനിക്ക് എങ്ങും എത്തിപ്പെടാൻ പറ്റിയില്ലല്ലോ, ഞാൻ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുവാണ്. സ്റ്റിൽ ഞാൻ നടു റോഡിലാണ്, എനിക്കൊരു വീട് പോലും ഇല്ല. ഹോസ്റ്റലിലായിരുന്നു, ഹോസ്റ്റൽ ഞാൻ വെക്കേറ്റ് ചെയ്തു. സോ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, അവരാണിപ്പോൾ എൻ്റെ ഫാമിലി, അവരുടെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും ഞാൻ മറ്റേ കുഞ്ഞ ഡ്രസ്സ് ഇടുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, മറ്റേ മറിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ ജഡ്ജ് ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും. അതൊന്നും ഞാൻ കെയർ ചെയ്യുന്ന ആളല്ല. കാരണം ഈ പറയുന്ന സൊസൈറ്റി അല്ല എനിക്ക് ചെലവിന് തരുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശിലാണ് ഞാൻ ജീവിക്കുന്നതും എന്താണെങ്കിലും ഞാൻ ചെയ്യണത്. അപ്പോൾ അതിലെനിക്ക് ബാക്കിയുള്ളവർ പറയണതും അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. സോ ഇപ്പോൾ പറയാൻ വന്നത്, ആ വീഡിയോ ഇതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ എനിക്ക് എഡ്യൂക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ പാഷൻ കണ്ടിന്യൂ ചെയ്യാനോ അതിലൊന്നും അച്ചീവ് ചെയ്യാനോ പറ്റിയിട്ടില്ല. ഇതുപോലെ തന്നെ മോഡലിംഗ് ആണെങ്കിലും അതിലും ഒന്നും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫാമിലി ബേസിൽ എനിക്കെന്ന് പറയാൻ എനിക്ക് ആരുമില്ല. ലവ് ചെയ്ത് നോക്കി, ആരെങ്കിലും സപ്പോർട്ടിന് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അതും ഫെയിലായി. ഫ്രണ്ട്സ് അവരും ഇതുപോലെ തന്നെ കൂടെ നിന്ന് നല്ല രീതിക്ക് കാലുവാരിയിട്ടുള്ള അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ട്. പിന്നെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കൂടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു നിന്നിട്ട് നമ്മളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ടീംസ്, അത് കുറേ പേര്. അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിയലൈസ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കിനും ഉണ്ടായ ഒരു മെന്റൽ സ്ട്രോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു സമയത്തിരുന്ന് കരഞ്ഞ് തൊലിഞ്ഞ് വാരി ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ, ലോൺലി ഫീലിൽ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് എടുത്തയച്ച വീഡിയോ ആയിരുന്നു അത്. അല്ലാതെ നോട്ട് ഫോർ ദ ലവ് ബ്രേക്കപ്പ്, അതിനല്ല. അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട് മുമ്പ്. ഇപ്പൊ അതിനൊന്നും എന്നെ കിട്ടത്തില്ല കേട്ടോ. സോ ഡോണ്ട് തെറ്റിദ്ധരിക്കൽ ഗൈസ്, ഐ എം ഫൈൻ. ഇപ്പൊ കുറച്ച് മുന്നേ എന്റെ എക്സും കൂടെ വന്ന് എനിക്ക് മെസ്സേജ് അയച്ചുള്ളൂ, നീ എനിക്കിട്ട് പണി തരുവാണോ, മറ്റേയാണോ മറിച്ചാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ മിസ്റ്റർ, എനിക്ക് ഇയാൾക്ക് പണി തരേണ്ട ഒരാവശ്യമില്ല. ഞാൻ നീയും തമ്മിൽ മ്യൂച്വലായിട്ട് സംസാരിച്ച് തീർത്തൊരു കാര്യമായിരുന്നു നമ്മുടെ ലവ് റിലേഷൻഷിപ്പ്. അവന്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല, റിലീജിയസ് ഇഷ്യൂസ്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിലെ ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു മാരേജിനെ കുറിച്ചിട്ട്. പുള്ളി ആദ്യമൊക്കെ ഓക്കെ പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ടൈമിൽ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജിലോട്ട് എത്തി. പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് മ്യൂച്വലായിട്ട് ഞങ്ങൾ ബ്രേക്കപ്പ് ചെയ്തു. ഇപ്പോഴും ഞങ്ങൾ കോൺടാക്റ്റിലുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷമൊന്നുമില്ല, ഫൈൻ. അത് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്, അതങ്ങനെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നു. വേണമെങ്കിൽ ഒരു ബെസ്റ്റി റിലേഷൻ എന്നൊക്കെ ഇനി വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മറ്റേ സിറ്റുവേഷൻഷിപ്പോ. ഇപ്പൊ കുറെ ഷിപ്പുകളുണ്ടല്ലോ, അതിലേതെങ്കിലുമൊക്കെ ഷിപ്പിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഒരു രീതിയിൽ അത് പോകുന്നുണ്ട്. എനിക്ക് വേറെ വിഷമങ്ങൾ, മറ്റു പല വിഷമങ്ങളും ഉണ്ട്. ലവ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ചിട്ട് എനിക്ക് യാതൊരു വിധം പറ്റിയുള്ള വിഷമവുമില്ല. സോ അത്തരത്തിലുള്ള ഉപദേശങ്ങൾ, മെസ്സേജസ് ഒന്നും ആരും അയക്കണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭ്യർത്ഥന. ബൈ. പിന്നെ എന്നാലും ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഇത്രയ്ക്കും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു കെയർ പോലത്തെയൊക്കെ സാധനം എന്നോട് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കുന്നത്. ഒരുപാട് നാളായിട്ട് മെസ്സേജ് അയക്കാത്ത പല സുഹൃത്തുക്കളും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അൺനോൺ ആയിട്ടുള്ള പേഴ്സൺസ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, കമന്റ് ചെയ്തിട്ടുണ്ട് കുറേ പേര്. പേഴ്സണലായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. ഒരുപാട് പേര് എനിക്ക് കോളൊക്കെ ചെയ്തേക്കുന്നു, ഓക്കെയാണോ ഇത് തന്നെ എല്ലാവരും ചോദിച്ചേക്കുന്നു. അത് കണ്ടപ്പോഴത്തേക്കിനും ഓക്കെ, നമ്മൾ വിഷമിച്ചാലും അതിൽ പങ്കുചേരാൻ അല്ലെങ്കിൽ അതിൽ ഫീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. എനിവേ, ഐ എം ചെറിഷിങ് ദാറ്റ് മൊമെന്റ്. അവർക്കും ചേർത്തിട്ടാണ് കേട്ടോ പറയണത്. എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഫൈനാണ്. ഞാൻ എല്ലാ ഇഷ്യൂസും ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്ത് ഓവർകം ചെയ്ത് വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ മെന്റലി സ്ട്രോങ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീക്ക് ആവും, എന്നാലും കുഴപ്പമില്ല. ഐ വിൽ മാനേജ് ഇറ്റ്. ലവ് യു.